ഔട്ട്സൈഡ് ഡിസ്റ്റർബൻസസ് കുറവാണ്. കുറവാണോ? ഒരു ഔട്ട്സൈഡ് ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ബിക്കോസ് ഞാൻ അവിടെ നിന്നൊക്കെ മാറി എൻറ്റയർലി മാറിയായിരിക്കുന്നത്. ഇപ്പൊ കേൾക്കാവോ? കേൾക്കുന്നുണ്ട് മാം, ബട്ട് സം ക്ലാരിറ്റി കുറവാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, എന്നിട്ട് ഞാൻ വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഞാൻ ജോയിൻ ചെയ്തോളാം. ഇതില് വേറെ ആരെങ്കിലും കുറച്ച് കാര്യങ്ങളുമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേനും ഞാൻ ജോയിൻ ചെയ്തോളാം. ഓക്കെ മാം, ഒന്ന് എക്സിറ്റ് ആയിട്ട് ഒന്ന് ജോയിൻ ചെയ്തോ. ഓക്കെ. മാം നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് തരും. ഹാരിസ് സർ നിങ്ങൾക്ക് സ്വീസ് എന്താന്നുള്ള ഒരു ഓവറോൾ ഐഡിയ, കംപ്ലീറ്റ് ഐഡിയ ഹാരിസ് സർ ത്രൂടെ ഹാരിസ് സർ ഉണ്ടാവുമ്പോൾ ഹാരിസ് സാറിന്റെ സ്പീച്ചിലൂടെ അതും കവറപ്പ് ചെയ്യും. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. ഐ നോ യു ഹാവ് നോട്ട് ഇറ്റ് എൻറോൾഡ്, പക്ഷെ എല്ലാവർക്കും ഒരു നല്ല ഡെസിഷൻ ആയിട്ട് എടുക്കാം. കാരണം 6 months കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാം. ത്രൂ ഓൺലൈൻ ആണ്. പിന്നെ എല്ലാം ഹോസ്പിറ്റൽസിൽ, കാരണം ഇന്ന് എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ലെവലാണ്. ഹോസ്പിറ്റൽ, സ്കൂൾസ്, ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പം എല്ലാ ഫീൽഡിലും ഭയങ്കര കോമ്പറ്റേറ്റീവ് ആണ് അല്ലെ. സോ ദർ ഇസ് എ ചാൻസ്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ടൈം പോകുന്നില്ല, എല്ലാവരും ഇനിയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാഫ് ദ വേയിൽ എഡ്യൂക്കേഷൻ സ്റ്റോപ്പ് ആയവരാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഇപ്പൊ തിങ്ക് ചെയ്യുന്നുണ്ടാവും എനിക്ക് എന്തെങ്കിലും പഠിക്കണം, എനിക്ക് എന്തെങ്കിലും ജോബ് നേടണം അല്ലെ. എല്ലാവരും നമ്മളൊക്കെ ഇപ്പൊ എന്നെ എക്സാമ്പിൾ ആയിട്ട് എടുത്ത് ഞാനൊക്കെ അങ്ങനെ വന്ന ആളാണ്. സോ ആ ഒരു എന്താ പറയാ, മാം യു ബാക്ക്. മാം റസിയ മാം ഒന്ന് ആക്സസ് കൊടുക്കൂ മാമിന്. റസിയ മാം. ഓക്കെ ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് മാമിന് ആക്സസ് കൊടുക്കും. ഓക്കെ, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ അവസ്ഥ? കേൾക്കാവോ? കേൾക്കാവോ? കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് മാം പറയുന്നത്? എല്ലാവർക്കും ആണോ ആ ബുദ്ധിമുട്ട്? ചിലപ്പോ നിങ്ങളുടെ സൗണ്ട് നിങ്ങൾ ഓൺ ചെയ്യാഞ്ഞിട്ടായിരിക്കും. മാം കുറച്ച് വോയിസ് കൂട്ടിയിട്ട് പറഞ്ഞാൽ മതി. പറഞ്ഞു മാം, കണ്ടിന്യൂ ചെയ്തോ. ഐ തിങ്ക് ദേ കൻ ഹിയർ. മാം എക്സിറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഹാഫ് ദ വേയിൽ നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലെ, എനിക്കൊരു ജോബ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, എന്ത് പഠിക്കും എന്നൊക്കെ ആ ഒരു തോട്ട് ഇപ്പോഴായിരിക്കും ലൈഫിൽ വന്നിട്ടുണ്ടാവുക. ചിലപ്പോ നമുക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, സം സെർട്ടൻ പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. മാം ജോയിൻ ആയിട്ടുണ്ട്. കണ്ടിന്യൂ മാം. യെസ്, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ പറയുന്ന കാര്യങ്ങള്? ഇപ്പൊ ഓഡിബിൾ ആണോ? someone please respond. Yes ma'am, it's audible. മാം ആ ഇയർബഡ് മാറ്റിയിട്ട് സംസാരിച്ചാൽ കുറച്ചും കൂടി ക്ലിയർ ഉണ്ടാവും. ഇയർബഡ് മാറ്റി കഴിഞ്ഞുള്ള പ്രശ്നം നിങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചാൽ ഇവിടെ ഉള്ളവർ മൊത്തം കേൾക്കും. അതുകൊണ്ടാണ് ഞാന് അൺഫോർച്ചുനേറ്റ്ലി പെട്ടെന്ന് എനിക്കൊരു ആവശ്യമായിട്ട് ഞാൻ പുറത്തോട്ടൊന്ന് വന്നതാണ്. അല്ല മാം, ഒരു മിനിറ്റ് മാം മാത്രമല്ല സംസാരിക്കും. ഓക്കെ ഓക്കെ. യെസ്, ഇപ്പൊ കേൾക്കാൻ പറ്റുണ്ടോ? യെസ്, ഇപ്പൊ ക്ലിയർ ആണ്.
ഇപ്പൊ കേൾക്കാവോ? യെസ് യെസ്. സോ ഐ തിങ്ക് ഇത് ഓഡിബിൾ ആണെന്ന് തോന്നുന്നു. കേൾക്കാവോ? ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നെ പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഫാക്കൽറ്റി ആയിട്ട് ഏറെക്കുറെ, അതായത് സ്വീസിന്റെ ഫസ്റ്റ് ബാച്ച് മുതൽ ഞാനാണ് ഫാക്കൽറ്റി ആയിട്ട് നിൽക്കുന്നത്. ദെൻ ഓൾമോസ്റ്റ് 10+ ഇയേഴ്സ് നമുക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ഇനി വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെയും ഫാക്കൽറ്റി ആയിട്ട് ഞാൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തിനും ഏതിനും ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? ഇപ്പൊ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? യെസ് യെസ് ഓർ നോ? ഇന്ന് എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്തേ, ഒന്ന് കാണട്ടെ എല്ലാവരെയും. കുറേ പേര് വീഡിയോ ഓഫ് ചെയ്തിരിക്കുക. ഓക്കെ. ഇനി എന്താണ് ഈ കോഴ്സ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ പറ്റിയിട്ട് ഒന്ന് വ്യക്തമാക്കി തരാം ആദ്യം. ഓക്കെ. നമുക്ക് ഇതിന് ഒരുപാട് അവസരങ്ങളുണ്ട്. അതായത് നമ്മളുടെ ഈ ആരോഗ്യ പരിപാലന മേഖലയിൽ ഏറെ ആവശ്യമായിട്ടുള്ള ഒരു ജോലിയാണ് നമ്മുടേതെന്ന് പറയുന്നത്. മനസ്സിലായോ? അതിന് പല മാനേജ്മെന്റ് കഴിവുകൾ വേണം. അപ്പൊ അത്തരം കഴിവുകൾ നമ്മൾ ഇവിടുന്ന് പരിശീലനം തരുന്നുണ്ട്. അതുപോലെ അവിടെ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്കിന്ന് ഒരുപാട് അവസരങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് മിക്കവാറും, അതായത് ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലുകളും ഇന്ന് ചോദിക്കുന്നുണ്ട് HAയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ +2 ഉള്ളൂ, നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു ജോലി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം ചോദിക്കുന്നത് HAയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് ചോദിക്കുന്നത്. അപ്പൊ ഇപ്പോ ആദ്യകാലങ്ങളിൽ ഈ സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആയിരുന്നില്ല. ഇപ്പോ NABH അതുപോലെ ഈ അംഗീകാരം കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ടാവുമല്ലോ, അംഗീകാരമുള്ള ഹോസ്പിറ്റൽസ്, പല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, അതുപോലെ ഹോസ്പിറ്റൽ മാത്രമല്ല കേട്ടോ നമ്മൾക്ക് ജോലി കിട്ടുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇത്തരം എല്ലാ മേഖലകളിലും ഇന്ന് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് മിക്കവാറും സ്ഥലത്ത്. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാനും കൂടുതൽ പഠിപ്പിക്കാനും ആണ് ഇന്ന് നമ്മൾ ഈ ഒരു കോഴ്സ് ഇവിടെ നമ്മളുടെ സ്വീസ് തരുന്നത്. ഓക്കെ. ഇപ്പോ നമുക്ക് ആശുപത്രിയുടെ മാനേജർ, അതായത് ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ മാനേജേഴ്സ് ആവശ്യമാണ്, അല്ലെ? അപ്പോ ആ മാനേജർ പോസ്റ്റ് നമുക്ക് കൊടുക്കാറുണ്ട്. അതായത് സ്റ്റാഫിനെ കോർഡിനേറ്റ് ചെയ്യാനും ബഡ്ജറ്റ് പോലുള്ള കാര്യങ്ങൾ നിശ്ചയിക്കാനും പോലുള്ള കാര്യങ്ങൾ. അതുപോലെ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് മാർക്കറ്റിംഗ് മാനേജർ, ക്വാളിറ്റി മാനേജ്മെന്റ് പ്രൊഫഷണൽ, ഹെൽത്ത് ഇൻഫർമേഷണൽ മാനേജർ, ഹെൽത്ത് കെയർ കൺസൾട്ടന്റ്, കോർഡിനേറ്റർ, ഇങ്ങനെ ഒരുപാട് തസ്തികകളിലേക്ക് ഹോസ്പിറ്റൽസ് വിളിക്കുന്നുണ്ട്. ഈ തസ്തികകളൊക്കെ നമുക്ക് ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആണ്. എല്ലാ ഹോസ്പിറ്റൽസും മാൻഡേറ്ററി ആയിട്ട് ഈ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. മനസ്സിലായോ? നമ്മള് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും കോഴ്സ് കഴിയും. ഇപ്പൊ നമ്മളുടെ സ്വീസിന്റെ ഫസ്റ്റ് ബാച്ച് വന്ന കുട്ടികളുടെ ക്ലാസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പൊ ഈ ജനുവരിയിൽ ക്ലാസ് കഴിയും. ആ കുട്ടികളോട് ഈ ജനുവരിയിൽ തീരും എന്ന് പറഞ്ഞപ്പോ ആ കുട്ടികളെ എന്നോട് ചോദിക്കാം, മിസ്സേ ഇത്ര പെട്ടെന്ന് ക്ലാസ് പോയത്, ഇതെങ്ങനെ ഇത്ര മാസം പെട്ടെന്ന് കടന്നു പോയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോ പഠിക്കാനും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടില്ല. നമ്മള് ഡെയിലി നമ്മൾ ഹോസ്പിറ്റൽസിൽ പോയി കാണുന്ന കാര്യങ്ങൾ, അവര് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? ആശുപത്രിയെക്കുറിച്ച്, ആശുപത്രിയുടെ ചരിത്രത്തെക്കുറിച്ച് തുടങ്ങിയ ആശുപത്രിയുടെ ഡിപ്പാർട്ട്മെന്റുകള്, അതുപോലെ ആശുപത്രിയിൽ വരുന്ന നിയമങ്ങൾ ഉണ്ടല്ലോ, നമുക്ക് പല ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നിയന്ത്രണങ്ങളെ പറ്റിയും നിയമങ്ങളെ പറ്റിയും ഒക്കെ എന്തൊക്കെ നിയമങ്ങളാണ് ബാധകമായത്, അതുപോലെ തന്നെ രോഗികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ബിക്കോസ് നമ്മൾ അവിടെ ജോലി ചെയ്യുമ്പോൾ അവര് വന്നൊരു കാര്യം നമ്മുടെ അടുത്ത് ചോദിക്കണമെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞിരിക്കണം, അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് അത്,
അതുപോലെ ഓരോ നമ്മളിപ്പോ ആശുപത്രിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല യൂണിഫോം ഒക്കെ ഇട്ട് ഒരുപാട് പേര് റിസപ്ഷനിൽ ഇരിക്കുന്നവരെയും അതുപോലെ പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന കോർഡിനേറ്റേഴ്സിനെയും ഒക്കെ കാണുന്നുണ്ട് അല്ലെ. ഇന്ന് അങ്ങനെയൊക്കെയുള്ള അവരുടെയൊക്കെ ജോലികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ജോലിയിൽ വരുന്ന ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ജോലികൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ കോഴ്സിൽ പഠിപ്പിച്ചു തരുന്നത്. ക്ലിയർ ആയല്ലോ? എനിക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിടത്തോളം മനസ്സിലായോ എന്തൊക്കെ കാര്യങ്ങളാണ്? ഓക്കെ. ഡിഗ്രി മസ്റ്റ് അല്ല, +2 കഴിഞ്ഞാൽ മതി. +2 ഏത് സ്ട്രീം ആയാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ മിനിമം +2 ഉണ്ടായിരിക്കണം. ഓക്കെ. ദെൻ ഇനി എന്തൊക്കെയാണ് സംശയങ്ങൾ? ചോദിച്ചോളൂ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ ഒരു കോഴ്സ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എവിടെയൊക്കെ ജോലി കിട്ടും? ആശുപത്രിയിൽ ജോലി കിട്ടും, ചെറിയ ക്ലിനിക്കുകളിൽ അക്സെപ്റ്റബിൾ ആണ്. ദെൻ അതുപോലെ ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ്, ലാബ്, ഡയാലിസിസ് സെന്റേഴ്സ്, ദെൻ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, നമ്മൾ ഈ ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളില്ലേ, അത്തരം സ്ഥലങ്ങളില്. പിന്നെ അതുപോലെ ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനി, ഫാർമസ്യൂട്ടിക്കൽ ഫേംസ്, അങ്ങനെ ഒരുപാട് ഇടത്ത് ഇന്ന് ഇതിന് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്കിവിടെ ഒരു വർഷം 2 വർഷം, അപ്പം മിക്ക ഹോസ്പിറ്റൽസ് ഇപ്പൊ 2 വർഷം ആക്കിയിട്ടുണ്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് അല്ലെങ്കിൽ ജോലിക്ക് കയറി ഒരു 6 മാസം 1 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഹയർ പോസ്റ്റിലേക്ക് ഒരു പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടി അത്യാവശ്യം നമുക്കൊരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പോയിട്ട്, വിദേശത്തും സാധ്യതയുള്ള ഒരു കോഴ്സാണ്, വിദേശത്ത് ഒരുപാട് സാധ്യതയുള്ള ഒരു കോഴ്സാണ്. പ്രത്യേകിച്ച് GCC കൺട്രീസിലൊക്കെ ഒത്തിരി സാധ്യതകളുണ്ട് ഈ ഒരു കോഴ്സിന്. ഓൺലൈനായി പഠിച്ചുകൊണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഒത്തിരി കുട്ടികൾ പോകുന്നുണ്ട്, ഒരുപാട് പേര് പോകുന്നുണ്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡിപ്പെൻസ് നിങ്ങളുടെ കഴിവാണ്. നമ്മൾ ഇവിടുന്ന് പഠിപ്പിച്ച് കാര്യങ്ങളൊക്കെ വിടും. എല്ലാത്തിനും ട്രെയിനിങ് തരുന്നുണ്ട്, സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ് ഉണ്ട്. ദെൻ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എന്താണ് സംസാരിക്കാനായിട്ട്, ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ടുള്ള ട്രെയിനിങ് തരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഗ്രൂമിങ്, ഈ പറയുന്ന പോലെ ഒരു ഇന്റർവ്യൂവിനൊക്കെ എങ്ങനെ പോകണം പോലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഉള്ള ട്രെയിനിങ്. ദെൻ അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഓരോ ഡെസിഗ്നേഷനിൽ ഇരിക്കുന്ന ആളുകളുടെയും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പോലുള്ള കാര്യങ്ങൾ ഒക്കെ പറയുന്നുണ്ട്. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉണ്ട്. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ എവിടെയൊക്കെ വേക്കൻസി ഉണ്ടെന്ന് നിങ്ങളെ അറിയിക്കും. നിങ്ങൾ ആ പ്രകാരം അവിടെ പോയി നിങ്ങൾ ഇന്റർവ്യൂ നല്ല രീതിയിൽ കാഴ്ചവെക്കുക. ഒരു ഇന്റർവ്യൂവിന് ഏറെക്കുറെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ടും നമ്മൾ ഇവിടുന്ന് ഒരു ഐഡിയ തരും. മനസ്സിലായോ? അപ്പോ അതിനനുസരിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, കാരണം ഇന്റർവ്യൂ ബോർഡ് ഇപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാ ചോദിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നിരുന്നാലും അവർ ചോദിക്കാൻ സാധ്യതയുള്ള ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇവിടുന്ന് കവർ ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ ആ ഇന്റർവ്യൂ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കഴിവാണ്. ആ ഇന്റർവ്യൂവിൽ നന്നായിട്ട് പ്രസന്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടുള്ളൂ. അതല്ലാതെ ഇവിടെ പഠിച്ചു, ഇവിടെ നിന്ന് ഞങ്ങള് ജോലി വാഗ്ദാനം ചെയ്തേണ്ട ജോലി എന്തിനേലും കിട്ടും അങ്ങനെയല്ല പറയണേ. ഇവിടുന്ന് പഠിപ്പിച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ തറവാക്കിയൊക്കെ വിടും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മുട്ട് വിറച്ച് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജോലി കിട്ടില്ല അല്ലെ? അപ്പോ പക്ഷെ അങ്ങനെ വരില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, നിങ്ങളെ പോലെ തന്നെയായിരുന്നു ഇതിനു മുൻപ് ബാച്ചിൽ ഉണ്ടായിരുന്നു. ഒന്നും അറിയാത്ത കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ അവർക്ക് എത്ര കോൺഫിഡൻസ് ആണെന്നറിയോ ഓരോ കാര്യങ്ങളും. വൈവിയൊക്കെ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഓരോരുത്തരെയും കോൺഫിഡൻസ് ലെവലൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് ആ ഒരു കാര്യത്തിൽ ആരും പേടിക്കണ്ട. അങ്ങനെ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പേടിയാണ്, ഒരു 2-3 പേര് ഒരുമിച്ച് ഇരുന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഈ ഒരു കോഴ്സ് കഴിയുമ്പോഴത്തേനും നിങ്ങൾ എൻറ്റയർലി വേറൊരാളായിട്ട് മാറിയിട്ടുണ്ടാവും. ഉറപ്പാണത്. സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയാനായിട്ട് 6 മാസത്തെ കോഴ്സാണ് ഇത്. 6 മാസം കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് നിങ്ങൾക്ക് സോഫ്റ്റ് സ്കിൽസിന്റെ ക്ലാസ് ഉണ്ടാവും, പ്ലസ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഉണ്ട്. ആഫ്റ്റർ ഇന്റേൺഷിപ്പ് ആണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുക. ആഫ്റ്റർ ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് ഒരു എക്സാം, യൂണിവേഴ്സിറ്റി എക്സാം കാണും. യൂണിവേഴ്സിറ്റി എക്സാം കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഇന്റേൺഷിപ്പിനെ കുറിച്ച് പറഞ്ഞുതരാം. കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റൽസ്
ഏതെങ്കിലും ഇപ്പൊ ഒരു 3-4 ഹോസ്പിറ്റൽ നിങ്ങളുടെ വീടിന് ചുറ്റുപാടും ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റൽസിൽ പോയിട്ട് പറയാം, ഞാൻ ഇങ്ങനെ ഇന്ന സ്ഥാപനത്തിലെ സ്റ്റുഡന്റ് ആണ്, HAയുടെ സ്റ്റുഡന്റ് ആണ്, സോ എനിക്ക് ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ അവര് ചിലപ്പോൾ ചോദിച്ചു എന്നിരിക്കും നിങ്ങളുടെ അടുത്ത്, ഞങ്ങൾക്ക് എന്ത് തെളിവുള്ളത് നിങ്ങൾ അവിടുത്തെ സ്റ്റുഡന്റ് ആണ് എന്നുള്ളതിന്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പീസിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ലെറ്റർ തരും. അത് ഒരു കുട്ടിക്ക് ഒരൊറ്റ ലെറ്ററേ തരുള്ളൂ. അപ്പൊ നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ് പോകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ നിന്നുള്ള പെർമിഷൻ നിങ്ങൾ എടുത്തിരിക്കണം. അതായത് അവിടെ ഏറെക്കുറെ ഷുവർ ആണ് ഈ ലെറ്റർ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഇവിടുന്ന് ലെറ്റർ വരും. അതായത് ഇന്ന സ്റ്റുഡന്റ് ഞങ്ങളുടെ സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സജന എന്ന് പറയുന്ന സ്റ്റുഡന്റ് ഞങ്ങളുടെ സ്റ്റുഡന്റ് ആണ്, പ്ലസ് സജന ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോകുന്നത് ഇന്ന ഹോസ്പിറ്റലാണ്, സോ അതിനെ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ലെറ്റർ സാധാരണയായിട്ട് പ്രൊവൈഡ് ചെയ്യും. ആ ലെറ്റർ കൊണ്ട് നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാം. ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഹോസ്പിറ്റൽസ് 15 ദിവസത്തെ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില ഹോസ്പിറ്റൽസ് 1 മാസം നിങ്ങളോട് ഇന്റേൺഷിപ്പ് ചെയ്തോളാൻ പറയും. അപ്പൊ ഈ ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് എത്ര കാലം കിട്ടുന്നു, അപ്പൊ 15 ദിവസം ആയാലും ഒരാഴ്ച ആയാലും 1 മാസം ആയാലും നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് മാക്സിമം കാര്യങ്ങൾ പഠിക്കണം. അവിടെ അതായത് നമ്മൾ ഇവിടെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണോ ട്രെയിനിങ് എന്നുള്ളത് അവിടെ നിങ്ങൾ പഠിപ്പിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവർ ജോലിയായിരിക്കും ചിലപ്പോൾ തരിക. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കാനോ അല്ലെങ്കിൽ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റിലോ വാട്ട് എവർ ഇറ്റ് ഈസ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ആയിരിക്കും നിങ്ങളെ ചിലപ്പോൾ ഇന്റേൺഷിപ്പിന് ഇരുത്തുക. അപ്പോൾ അവിടുത്തെ ആ ജോലി നിങ്ങൾ വൃത്തിയായിട്ടൊക്കെ ചെയ്യുക. അത് അവർക്ക് ഇഷ്ടപ്പെട്ട് ചിലപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് നിയമനം കിട്ടിയെന്നും വരും. എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് അങ്ങനെ പോയിട്ടുള്ളവരും ഉണ്ട്. ഇന്റേൺഷിപ്പിന് ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ ജോലി വാങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ നിന്നുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് അവിടുത്തെ എന്തെങ്കിലും ഒരു ടോപ്പിക്, ചിലപ്പോൾ ആ ഹോസ്പിറ്റലിന് ഗുണമുള്ളതാവാം, ചിലപ്പോൾ ദോഷം വരുന്നതാകാം. എന്താണോ ഒരു ടോപ്പിക് എടുത്ത് ഒരു പ്രൊജക്ട് നിങ്ങൾ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. പ്രൊജക്ട് എങ്ങനെ എഴുതും എന്നുള്ളതും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളതും നമ്മൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെ ആ പ്രൊജക്ട് എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പ്രൊജക്ട് റിലേറ്റഡ് ആയിട്ട് ഒരു വൈവയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഈ വൈവയും കൂടെ ഈ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്ത് വൈവയും കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, ദെൻ വാട്ട് എൽസ്? പിന്നെന്തൊക്കെയാണ്? ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാലോ, നമുക്കൊരു ജോലിക്ക് പോകാൻ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഹോസ്പിറ്റൽസിലൊക്കെ എത്ര പ്രായമുള്ളവരാ നിൽക്കുന്നതെന്നൊക്കെ അറിയാലോ. അപ്പൊ അതനുസരിച്ചിട്ടൊക്കെയാണ് അങ്ങനെ പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഒരു 38 അല്ലെങ്കിൽ ആഫ്റ്റർ 40s കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 40 ആവാം, 42 ആവാം, 45 വരെ ആവാം, പ്രശ്നമില്ല. പക്ഷെ ആ 45 ഏജിനുള്ളിൽ നിങ്ങൾക്ക് അതുമാതിരിയുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അല്ലാതെ വെറും പ്രീ ഡിഗ്രി കഴിഞ്ഞു അല്ലെങ്കിൽ +2 കഴിഞ്ഞ് കുറെ നാൾ വീട്ടിലിരുന്നു, അത് കഴിഞ്ഞിട്ട് 6 മാസത്തെ ഈ ഒരു കോഴ്സ് ചെയ്തിട്ട് നിങ്ങളൊരു ഹോസ്പിറ്റലിലേക്ക് ചെന്നാൽ ചിലപ്പോൾ അവർ എടുത്തോളണം എന്ന് ഉണ്ടാവില്ല. കാരണം അത്രയും ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കുറെ ഗ്യാപ്പ് വരുന്നില്ലേ? ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? അങ്ങനെ ഗ്യാപ്പ് ഇല്ലാതെ നിങ്ങൾ പലയിടത്ത് വർക്ക് ചെയ്തു, പല കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് മാത്രം ക്വാളിഫിക്കേഷൻ ഒക്കെ ആയി കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ 45 വയസ്സായാലും ജോലി കിട്ടും. പിന്നെ എന്തൊക്കെയാണ്? ഞാൻ കുറേ മെസ്സേജസ് പോയി കേട്ടോ, കുറേ മെസ്സേജസ് കവറായി പോയി. നോക്കട്ടെ, ഒരു മിനിറ്റ് കേട്ടോ. ഡിഗ്രി മസ്റ്റ് അല്ല, +2 ഉണ്ടായാൽ മതി ചോദിച്ച ആളോടാണ് കേട്ടോ. ഓൺലൈനായി പഠിച്ചുകൊണ്ട് ഓപ്പർച്യൂണിറ്റി ഇല്ലാണ്ടാവും, ഒരിക്കലും ഇല്ല. ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പ്ലേസ്മെന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ കാര്യമാണ് നമ്മളിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദെൻ വിദേശത്തേക്ക് വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. സൗദിയിലേക്ക് എനിക്ക് തോന്നുന്നു എന്തോ ഒരു സംശയമുണ്ട്, അത് സാറ് വന്നതിന് ശേഷം സാറ് പറഞ്ഞു തരും അതിനെ കുറിച്ചിട്ട്. ക്ലാസ് ടൈം എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും. രാവിലെ ആയിരിക്കില്ല, ഉച്ച കഴിഞ്ഞിട്ട് ഉള്ള ടൈമിന് ആയിരിക്കും. അതായത് വൈകുന്നേരങ്ങള്, രാത്രി, അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈംസിലായിരിക്കും പറയാ ക്ലാസ്. കാരണം ഓൾറെഡി നമുക്കിപ്പോ 2 ബാച്ച് പോകുന്നുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും ക്ലാസ് ടൈമിങ്. ദെൻ പാക്കേജ് ഡീറ്റെയിൽസ്, ഫീസിന്റെ ഡീറ്റെയിൽസ് ഇവിടുന്ന് പറഞ്ഞു തരും. എക്സാം ഓൺലൈൻ ആണ്, MCQ എക്സാം ആയിരിക്കും. എക്സാം ഒക്കെ ഓൺലൈൻ ആയിരിക്കും, MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പിന്നെ വൈവയും ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് നന്നായിട്ട് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് നമുക്ക് വരുന്നുണ്ട്.
അയ്യോ ഇനി അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ക്ലാസ് എടുക്കുന്ന ഒരു രീതി പറഞ്ഞുതരാം ആദ്യം തന്നെ, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ക്ലാസ് എടുക്കുന്ന രീതി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിരി വരും സത്യം പറഞ്ഞു കഴിഞ്ഞാല്. കാര്യം പ്രൊഫഷണൽ കോഴ്സ് ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊക്കെ മക്കളുള്ളതല്ലേ. 4th സ്റ്റാൻഡേർഡ് 3rd സ്റ്റാൻഡേർഡിലുള്ള മക്കളെയൊക്കെ നിങ്ങൾ എങ്ങനെയാ പഠിപ്പിക്കാറ്? ഈച്ച് സെന്റൻസ്, ഈച്ച് വേർഡ്സ് അല്ലെ, ഓരോ വേർഡിന്റെ അർത്ഥം പറഞ്ഞ് നല്ല വൃത്തിയായിട്ടുള്ള മലയാളത്തിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക. അതുകൊണ്ട് അത് പേടിക്കണ്ടായിരുന്നു. അയ്യോ ഇംഗ്ലീഷിലായിരിക്കും, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേടിയാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വന്തം ഇതില്ല. പക്ഷേ ഉണ്ടല്ലോ, ഞാനൊരു കാര്യം പറയാം, നിങ്ങളെ പോലെ തന്നെ, അതായത് +2 പോലും ഒരു വാക്ക് കൂട്ടി വായിക്കാൻ അറിയാത്ത കുട്ടികൾ പോലും ഇപ്പൊ എത്ര നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കണേന്ന് അറിയോ ഞാൻ ക്ലാസ്സിൽ വായിപ്പിക്കുമ്പോൾ. പിന്നെ അതുപോലെ മലയാളം നല്ല ഉച്ചാരണ ശുദ്ധിയോടുകൂടി മലയാളം പറയുന്ന എത്ര പേരാന്നറിയോ രസമായിട്ട്. അതുപോലെ എന്താ പറയാ, നമ്മൾ പറഞ്ഞില്ലേ ഓരോ വാക്കും നമ്മൾ പറഞ്ഞു തരും, മലയാളാർത്ഥം പറഞ്ഞു തരും. അപ്പൊ അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂടുകയാണ്. ബിക്കോസ് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു തോന്നൽ അവർക്ക് കൂടുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള ക്ലാസ്സുകളാണ് പോയിക്കൊണ്ടിരിക്കണേ. ഒരിക്കലും ആ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ ഒരു വിളിപ്പാടകലെ ഉണ്ട്. എപ്പോഴും ഒരു മെസ്സേജിനായാലും ഇത്രയും അഷുറൻസ് എനിക്ക് തോന്നുന്നു ഒരു ടീച്ചേഴ്സും പറഞ്ഞു തന്നു കാണില്ല അല്ലെ. ഞാൻ ഒരു വിളിക്കായാലും മെസ്സേജിനായാലും ഇപ്പുറത്ത് ഞാനുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയാനും കേൾക്കാനും, ഈ പറയുന്ന പോലെ എന്താ പറയാ, നമ്മൾ പഠിക്കുന്ന അക്കാഡമിക്സിനെ കുറിച്ചായാലും എന്തായാലും ഇപ്പുറത്ത് ഞാൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരു അസിസ്റ്റന്റ്, പിന്നെ നമ്മുടെ മെന്റേഴ്സ് ഉണ്ട്, അറിയാലോ. നമ്മുടെ മെന്റേഴ്സും നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും കേൾക്കാനായിട്ട് അവരും അപ്പുറത്ത് ഉണ്ടായിരിക്കും. ക്ലാസ് സ്റ്റാർട്ട് ആകുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള അറിയിപ്പ് നിങ്ങൾക്ക് വരും. നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഇത് വരും. ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മാക്സിമം ഇപ്പൊ നമുക്ക് റെക്കോർഡ്സ് അവൈലബിൾ ആണ്, അല്ലാന്ന് പറയുന്നില്ല. പക്ഷെ മാക്സിമം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്ലാസ്സിൽ നമ്മൾ പല എക്സാമ്പിൾസ് പറയും. ഈ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അത് നമുക്ക് അങ്ങനെ എല്ലാവരെയും, ഇപ്പൊ സ്ത്രീകൾ മാത്രം കേൾക്കുന്ന കാര്യം ഉണ്ടാവും. അപ്പൊ നമുക്കത് എല്ലാവരും കേൾപ്പിച്ചിട്ടൊന്നും പറയാനോ ഇതൊന്നും പറ്റില്ല. അപ്പൊ ചിലപ്പോൾ നമ്മൾ റെക്കോർഡ് ഓഫ് ചെയ്യും. കുറച്ച് നേരത്തേക്ക് ചിലപ്പോൾ റെക്കോർഡ് ഓഫ് ചെയ്യും, പിന്നെ അത് കഴിയുമ്പോൾ റെക്കോർഡ് ഓൺ ചെയ്യും. അപ്പൊ ഈ റെക്കോർഡ് മാത്രം കേൾക്കുന്നവരാണെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ടാവില്ല ഈ കേൾക്കുന്ന കാര്യങ്ങൾ തമ്മിൽ. അപ്പൊ മാക്സിമം ക്ലാസ്സിൽ കയറാൻ നോക്കുക. പിന്നെ ഒരു രസമല്ലേ ക്ലാസ്സിൽ കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ ഒരു പ്രായത്തിൽ ഇത്രയും ഒരു ഗ്യാപ്പ് ഒക്കെ വന്ന് വീണ്ടും പഠിക്കാനൊക്കെ തുടങ്ങുമ്പോൾ ഫ്രണ്ട്സ് ഉണ്ടാവുന്നു ധാരാളം അല്ലെ. ധാരാളം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവണമെങ്കിലേ ഗ്രൂപ്പ് ഉണ്ടാവും. നമ്മള് ബർത്ത്ഡേ ആഘോഷിക്കും ഒരുമിച്ച്, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കും, അങ്ങനെ പല ആഘോഷങ്ങളും ക്ലാസ്സിലൊക്കെ ആഘോഷിക്കും. വളരെ രസകരമായിട്ട് പോകും. സോ ഇതൊക്കെയാണ് പറയാനുള്ളത്. എക്സാമിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. എക്സാം നമുക്ക് ഓൺലൈൻ ആയിരിക്കും എക്സാം വരുന്നത്. പ്ലസ് MCQ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. ഫീസിനെ കുറിച്ച് സാറ് പറഞ്ഞു തരും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കോളേജിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു വരും. ഡിഗ്രി PG ഉള്ളവർക്ക് എക്സ്ട്രാ വാല്യൂ ഒന്നുമില്ല. നമ്മൾ സെയിം അക്കാഡമിക്സ് ലെവലിൽ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് പോകുന്നത്. PG ഉള്ളവരായാലും ഡിഗ്രി ഉള്ളവരായാലും +2 ഉള്ളവരായാലും സെയിം ക്ലാസ്സിൽ തന്നെ ഇരുത്തി സെയിം ക്ലാസ്സുകൾ തന്നെയാണ് പോകുന്നത്. കോഴ്സ് കഴിഞ്ഞാൽ എവിടെയാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിന് അക്കാദമിയിൽ തന്നെ അല്ല, അക്കാദമിയിൽ നിന്ന് ഇൻഫർമേഷൻ ഉണ്ടാവില്ല. കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളാണ് അന്വേഷിക്കേണ്ടത്. നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റൽസ് അവിടെ പോയി അന്വേഷിക്കാൻ, ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിച്ച് ആ നിൽക്കുന്ന സമയത്ത് ഒരു പ്രൊജക്റ്റും കൂടെ ചെയ്ത്, അക്കാദമി പറയും ഇത്ര സമയത്തിനുള്ളിൽ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യണം എന്ന് പറയും. ആ സമയത്തിനുള്ളിൽ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാം. ഏജ് 32ആയി, +2 2010 പാസ് ഔട്ട് ആയതാണ് എങ്കിലും ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിനിടയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാണ്ട് കോഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കോഴ്സ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ജോലി കിട്ടുക എന്നല്ല, ജോലി കിട്ടാനും നിങ്ങൾ ശ്രമിച്ചാൽ വേണമെങ്കിൽ അതും കിട്ടും. ബിക്കോസ് 2010 കഴിഞ്ഞിട്ട് നിങ്ങളുടെ എന്തെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് നിങ്ങൾക്ക് പിന്നെ പഠിക്കാൻ പറ്റാതെ ഇരുന്നേ എന്നുള്ള ഒരു പ്രശ്നം കൊണ്ട് കഴിഞ്ഞു. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ നീങ്ങി നിങ്ങളിപ്പോ പഠിക്കാൻ വന്നു. പക്ഷെ അവിടെ ഒരു PG കഴിഞ്ഞ ഒരാൾ പെർഫോം ചെയ്യുന്നതിലും നന്നായിട്ട് ഇന്റർവ്യൂ നിങ്ങൾ പെർഫോം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ പെർഫോമൻസിലാണ് കാര്യം. ദെൻ ആഫ്റ്റർ 6 months കോഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഇന്റേൺഷിപ്പ് ഉണ്ടായിരിക്കുക.
ദെൻ എങ്ങനെയാണ്, എന്തൊക്കെയാണ് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യണോ വേണ്ട, നോട്ടുകൾ ഉണ്ടാവില്ല. ചില കാര്യങ്ങൾ മാത്രം ഞാൻ എക്സ്ട്രാ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പൊ ഒരു 100 പേജിന്റെ ബുക്ക് അടുത്ത് പിടിച്ചേക്കുക. എല്ലാം നോട്ട്സ് ഒന്നും ഉണ്ടാവില്ല ഒരിക്കലും, എല്ലാത്തിനും നോട്ട്സ് ഒന്നും ഉണ്ടാവില്ല. കേൾക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാത്തിനും നോട്ട്സ് ഒന്നും ഉണ്ടാവില്ല. ചില ഒരു കുറച്ച് കാര്യങ്ങൾക്ക് മാത്രം, അതും എക്സ്ട്രാ എന്തെങ്കിലും ടെക്സ്റ്റിൽ ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ കൂടുതൽ പറഞ്ഞു തരിക. ദെൻ വേറെ എന്തെങ്കിലും, എക്സാം സെന്ററിൽ പോയി അല്ല എഴുതുന്നത്. എക്സാം ഒരിക്കലും സെന്ററിലല്ല. എക്സാം നമ്മളുടെ കോളേജിൽ തന്നെയായിരിക്കും. കോളേജിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടായിരിക്കും തരിക. ത്രൂ ഓൺലൈൻ ആയിട്ടായിരിക്കും നിങ്ങളുടെ എക്സാം വരുന്നത്. നിങ്ങളോട് പറയും ഇന്ന ടൈമിന് ഇതെന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഷീറ്റിലോ മറ്റോ ആയിരിക്കും എക്സാം വരുന്നത്. ആ എക്സാം അങ്ങനെയാണ് എഴുതേണ്ടത്. ദെൻ അടുത്ത എന്താണ്, സൗദിയിലുള്ളവർക്ക് ഇന്റേൺഷിപ്പ് എങ്ങനെ? അത് ഡിപ്പെൻസ് ആണ്. സാറിന്റെ അടുത്ത് അത് ചോദിക്കേണ്ടി വരും. സാറ് ആണ് അത് പറഞ്ഞു തരുന്നത്. സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ പോലുള്ള കാര്യങ്ങളെല്ലാം സാറാണ് പറഞ്ഞു തരുന്നത്. വേറെന്താ, വേറെ കുറെ 8 ന്യൂ മെസ്സേജസ്. ഏജ് ഉള്ളതുകൊണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുവോ? ഏജ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു തവണ പറഞ്ഞല്ലോ ഞാൻ. ഏജ് ഉള്ളതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുകയൊന്നുമില്ല. നിങ്ങൾക്ക് ആ ഏജിനുള്ളിൽ നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നെയായാലും ജോലി കിട്ടിയിരിക്കും. ദെൻ വേറെ എന്താണ്, എക്സാം ഇംഗ്ലീഷിലായിരിക്കും. പക്ഷെ നല്ല എളുപ്പമായിരിക്കും. കാരണം എന്താ, 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, തിരിച്ചും മറിച്ചും ആയിട്ട് ഒരു 4 ഓപ്ഷൻസ് കൂടെ ഇട്ടിട്ടുണ്ടാവും. വേറെ അധികം അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ആഫ്റ്റർ 6 months കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ അയക്കുന്ന മെസ്സേജ് വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് ഒരു ഡിലേ വരുന്നത്. സ്റ്റഫാണ്, എനിക്ക് കോഴ്സ് ചെയ്യാൻ പറ്റുമോ? ആരാണ് ഇത് എനിക്ക് ഇട്ടേക്കണേന്ന് അറിയില്ല. കൃഷിഭവനിൽ ജോലി ചെയ്യാണ്, ഡാറ്റ എൻട്രിയുടെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാണ്. തീർച്ചയായിട്ടും റിസപ്ഷനിലൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. കുഴപ്പമുണ്ടാവില്ല പഠിച്ചു കഴിഞ്ഞാൽ. കാരണം ഓൾറെഡി ഇപ്പോൾ വർക്കിംഗ് ആണല്ലോ, വെറുതെ ഒന്നും ഇരിക്കുന്നില്ലല്ലോ, ഗ്യാപ്പ് പോലുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. സോ കുഴപ്പമില്ല. ടെക്സ്റ്റ് ബുക്സ് ഉണ്ടാവും. ഒരു ടെക്സ്റ്റ് ബുക്കാണ് വരുന്നത്. ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീസ് കാര്യങ്ങളൊക്കെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നതായിരിക്കും. +2 കോഴ്സ് ഓൺലൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. +2 കഴിയണം. എത്ര ഏജ് വരെ? അങ്ങനെ പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ഫീൽഡാണ്, പ്രത്യേകിച്ച് ഒരു ഏജ് ബാരിയർ ഒന്നും ഇല്ല കേട്ടോ. ക്ലാസ് നമുക്ക് 2 hours ക്ലാസ് ആയിരിക്കും വരുന്നത്. 2 hours ഉണ്ടാവും പെർ ഡേ. 2 hours ഉണ്ടാവും. എല്ലാ ദിവസവും നമുക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. റെഗുലർ ക്ലാസ് ഉണ്ടായിരിക്കും. എബ്രോഡ് ജോലി കിട്ടും. മലയാളത്തിൽ എക്സാം ഉണ്ടാവില്ല. എന്താണ്, മലയാളി ഇംഗ്ലീഷ് വണ്ടില്ലാന്നോ? എനിക്ക് മനസ്സിലായില്ല. അതെന്താണ് ആയിഷ എഴുതിയിരിക്കുന്നത്? ആയിഷ കേക്കാവോ? ആയിഷ ആരാണ്? ഒരു ആയിഷ എനിക്ക് എന്തോ എഴുതിയിട്ടുണ്ട്. മലയാളി ഇംഗ്ലീഷ് വണ്ടില്ലാന്നോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അർത്ഥമായോ ഇല്ല, എനിക്ക് എന്താന്ന് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതൊന്ന് പിടികിട്ടുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞു തരൂ. ആ കുട്ടി ഇട്ടിരിക്കുന്ന ലാസ്റ്റ് മെസ്സേജ്. ഇത് റെക്കോർഡഡ് ആണ് കേട്ടോ ഫാത്തിമ ഷിഹാന. ഇത് റെക്കോർഡാണ്. സെഷൻ തുടക്കം മുതൽ കേൾക്കുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നാട്ടില് ഡിപ്പെൻസ് ഓരോ ഹോസ്പിറ്റല് അനുസരിച്ചിട്ടാണ് അവിടുത്തെ പാക്കേജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ചെറിയ ക്ലിനിക് ഒക്കെയാണ്, അതിന്റെ വരുമാനം പോലെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്ന പാക്കേജ്. കോഴ്സ് ഫീ, ഒരു മിനിറ്റ്. റസിയ ഉണ്ടോ? ആരെങ്കിലും മെന്റേഴ്സ് ആരെങ്കിലും ലൈനിലുണ്ടോ? യെസ് മാം. കോഴ്സ് ഫീ മെന്റേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഹലോ മാം, കേൾക്കുന്നില്ലേ? യെസ്.
കോഴ്സ് ഫീ വരുന്നത് ആരെങ്കിലും മെന്റേഴ്സ് ഉണ്ടെങ്കിൽ ഫീ സ്ട്രക്ചർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ എങ്ങനെയാണെന്നുള്ളത്. ഹലോ മാം, കേൾക്കുന്നില്ലേ? കോഴ്സ് ഫീ വരുന്നത് ആരെങ്കിലും ഒന്ന് പറയോ ഫീ സ്ട്രക്ചർ? കോഴ്സ് ഫീ വരുന്നത് 35,000 ആണ്. അതിന്റെ അഡ്മിഷൻ ഫീസ് വരുന്നത് 8,000. ഇപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് January 26 കേട്ടോ. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസ് എത്രയും വേഗം അഡ്മിഷൻ എടുത്താൽ നമുക്ക് ബുക്കൊക്കെ വേഗം സെൻഡ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ ആണ് കോഴ്സ് വരുന്നത്, ഓൺലൈൻ ആണ്. ക്ലാസ് മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ ഇത് റെക്കോർഡാണ്, അപ്പോൾ നിങ്ങൾക്ക് ആ റെക്കോർഡ് കേൾക്കാം. റെക്കോർഡ് കേട്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഏത് ക്ലാസ്സിൽ കയറി കഴിഞ്ഞാലും എന്ത് ഡൗട്ട് വേണമെങ്കിലും ക്ലിയർ ചെയ്ത് തരും. ഡെയിലി ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ് ആണുള്ളത്. ഡെയിലി ക്ലാസ് ഉണ്ട്. ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ ആഫ്റ്റർനൂൺ, അതായത് ഉച്ച കഴിഞ്ഞിട്ട് ഉള്ള സമയങ്ങളിലായിരിക്കും. അത് നിങ്ങൾക്ക് എല്ലാ ദിവസവും മെസ്സേജ് വരും. ഉച്ച കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും ക്ലാസ് വരിക. അത് ഓൾറെഡി മെന്റേഴ്സ്, നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാവും. നിങ്ങളൊക്കെ ചേർന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളെ വെച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിൽ മെന്റേഴ്സ് മെസ്സേജ് ഇടും ഏത് ടൈമിലാണ് ക്ലാസ് എന്നുള്ളത്. യെസ്, കേട്ടല്ലോ. മെസ്സേജ് വരും സ്വീസ് ആപ്പിൽ നിന്ന്. അപ്പൊ നിങ്ങൾ ക്യാഷ് അടച്ചാൽ മതി. ഓഫ്ലൈൻ ആയിട്ടുള്ളവരുടെ അതേപോലെ എക്സാം അവരുടെ പ്രൊസീജിയർ ആണോ? അതെ അതെ, തികച്ചും യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്ലസ് മാനേജ്മെന്റിന്റെ കുറച്ച് ചാപ്റ്റേഴ്സും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായിരിക്കും ക്ലാസ് ആയിട്ട് വരുന്നത്. Then any doubts? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഫീ പെർ മന്ത് ആണോ അടയ്ക്കേണ്ടത്? ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ആരെങ്കിലും മെന്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കൂ. അത് മാം, അഡ്മിഷൻ ഫീസ് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് ബോയ്സിനില്ല, ലേഡീസ് ഓൺലി ആണ്. ഞാൻ പറയുന്നത് മാമിന് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ക്ലാസ് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാല് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് ബാക്കി ഫീസ് അടക്കേണ്ടി വരും കേട്ടോ. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പേഴ്സണലി വരും. അപ്പൊ നിങ്ങൾ പേയ്മെന്റ് ചെയ്യാം. എനിക്കൊന്നും കേൾക്കുന്നില്ലല്ലോ അവിടെ നിന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് കേട്ടാൽ മതി, കുഴപ്പമില്ല. ഞാൻ കേട്ടില്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ ചോദിക്കുന്നുണ്ട് സബ്ജക്ട്സ് എത്ര എണ്ണം ഉണ്ടെന്ന്. സബ്ജക്ട്സ് ആക്ച്വലി നമുക്ക് 5 മൊഡ്യൂൾ ആയിട്ട് വരുന്നത്. ഒരു സിംഗിൾ ടെക്സ്റ്റ് ആണ്. സിംഗിൾ ടെക്സ്റ്റിൽ 5 മൊഡ്യൂൾ ആയിട്ട് 5 കാര്യങ്ങളായിട്ടാണ് പഠിപ്പിക്കുന്നത്. 5 സ്ട്രക്ചർ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ സിംഗിൾ ടെക്സ്റ്റ് ആയിരിക്കും. ഒരൊറ്റ ടെക്സ്റ്റ് ബുക്കേ ഉള്ളൂ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, ഇനി ഞാനൊന്ന് ഹെഡ്സെറ്റ് വെക്കുകയാണെ, അല്ലെങ്കിൽ എനിക്ക് അവിടെ നിന്ന് പറയുന്ന ഒന്നും കേൾക്കാൻ വയ്യ.
ടെക്സ്റ്റ് ബുക്ക് ഒമാനിലേക്ക് അയക്കില്ല. കേൾക്കാവോ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? ഓക്കെ. ടെക്സ്റ്റ് ബുക്ക് ഒരിക്കലും ഒമാനിലേക്ക് അയക്കില്ല. ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലെ അഡ്രസ്സിൽ അയച്ചു തരും. അവിടെ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടതാണ്. വേറെ എന്താണ്? വേറെ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? എക്സാം ഓൺലൈൻ ആണ്. ഫീയുടെ സ്ട്രക്ചർ നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അഡ്മിഷൻ ഫീ വരുന്നത് 8,000. ഇൻക്ലൂഡ് ആണ്. 35,000 8,000 ഇൻക്ലൂഡ് ആണ്. ടോട്ടൽ ഫീ ആണ് 35,000. അല്ല, ദുബായിലും എനിക്ക് ഇന്റേൺഷിപ്പിന് പരിശ്രമിക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് സർട്ടിഫിക്കറ്റ്, നമ്മൾ ഇവിടുന്ന് ലെറ്റർ തരും. ആ ലെറ്റർ നിങ്ങളുടെ കോളേജിൽ, നിങ്ങൾ ഇന്റേൺഷിപ്പിന് പോകുന്ന ഹോസ്പിറ്റൽ, അത് എവിടെ വേണമെങ്കിലും ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞങ്ങളല്ല അത് പറഞ്ഞു തരുന്നത് എവിടെ നിങ്ങൾ ഇന്റേൺഷിപ്പ് എടുക്കണം എന്ന്. ദുബായിലെങ്കിൽ ദുബായിൽ, നാട്ടിലെങ്കിൽ നാട്ടിൽ, എവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന് ട്രൈ ചെയ്യാം. നിങ്ങളുടെ ബാധ്യതയാണ് ഇന്റേൺഷിപ്പ് നോക്കി കണ്ടുപിടിച്ച് അത് ചെയ്യുക എന്നുള്ളത്. അതിന് വേണ്ടുന്ന സപ്പോർട്ട് നമ്മൾ തരുന്നതായിരിക്കും. ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ പ്രൊജക്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം, പ്രൊജക്ട് വയ്ക്കണം. വേണ്ട, +2 സയൻസ് ചാനൽ വേണ്ട. ഏത് ഇതായാലും മതി, ഏത് സ്ട്രീം ആയാലും പ്രശ്നമില്ല. എബ്രോഡില് സ്റ്റാർട്ടിംഗ് സാലറി എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിൻലി എബ്രോഡില് ഇപ്പം എന്താ പറയാ, നിങ്ങൾക്ക് എബ്രോഡില് ഡയറക്റ്റ് ജോലി കിട്ടും എന്നുണ്ടെങ്കിൽ അങ്ങനെ. എബ്രോഡ് ആയാലും എല്ലാവരും സാധാരണ ചോദിക്കുന്നത്, അപ്പൊ ക്ലിനിക്കുകളിലൊക്കെ ജോലി കിട്ടും, ക്ലിനിക്കുകളിലൊക്കെ ജോലികൾ കൊടുക്കാറുണ്ട്. പക്ഷെ വലിയ ഹോസ്പിറ്റൽസിൽ എങ്ങനെ വന്നു കഴിഞ്ഞാലും അറ്റ്ലീസ്റ്റ് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. എക്സാം ഡേറ്റിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ബാച്ചിന്റെ കൂടെ എഴുതാൻ പറ്റുമോ എന്നുള്ളത് അതൊരു നല്ല സംശയമാണ്. മെന്റേഴ്സ് കൈൻഡ്ലി റിപ്ലൈ ദാറ്റ്. ആരെങ്കിലും ഒന്ന് റിപ്ലൈ കൊടുക്കുമോ? മെന്റേഴ്സ് ആരെങ്കിലും അങ്ങനെ എക്സാം കൊടുക്കുമോ എന്നുള്ളത്? റസിയ ഉണ്ടോ? ഒന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ കൂടുതൽ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത്രയും എന്തെങ്കിലും ജെന്യുവൻ റീസൺ ഉണ്ടെങ്കിൽ മാത്രം, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അല്ലാത്ത പക്ഷം നിങ്ങൾ ആ കോഴ്സ് ആ ടൈമിൽ തന്നെ എക്സാം എഴുതണം. ഓക്കെ, അപ്പൊ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സാറ് ജോയിൻ ചെയ്തില്ലല്ലോ. പ്രൊജക്ട് വെക്കണം എന്ന് പറയുന്നത് ഇന്റേൺഷിപ്പിന്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഹോസ്പിറ്റലില് ഇന്റേൺഷിപ്പിന് ചെല്ലുമ്പോ ആ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ പഠിച്ച് അവിടുത്തെ എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്താണ് പ്രൊജക്ട് ചെയ്യേണ്ടത്. ആ പ്രൊജക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന്, എഴുതേണ്ടത് എന്തൊക്കെയാണെന്ന്, ഇവിടുന്ന് എന്തൊക്കെയാണ് അതിൽ ടോപ്പിക് വരേണ്ടതെന്ന് നമ്മൾ ഇവിടുന്ന് ഹെൽപ്പ് ചെയ്യും. ആ ഹെൽപ്പ് ചെയ്യുന്ന പക്ഷം നിങ്ങൾ ഒറ്റയ്ക്കാണ് ആ പ്രൊജക്ട് കംപ്ലീറ്റ് എഴുതി നമുക്ക് സബ്മിറ്റ് ചെയ്യണം. അത് പ്രകാരം നിങ്ങൾക്ക് വൈവ ഉണ്ടാവും. കാരണം നിങ്ങൾ തന്നെ ചെയ്ത പ്രൊജക്റ്റ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ, അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് അതിന്റെ വൈവയും ഉണ്ടായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ പ്രശ്നമുള്ള കേസൊന്നുമല്ല, അതൊക്കെ ഈസി ആയിട്ട് നടക്കും. റസിയ ഉണ്ടോ? ഹലോ റസിയ, ഹാരിസ് സാറ് കുറച്ച് ബിസിയാണ്, അർജന്റ് എന്തോ ഇഷ്യൂ ഉള്ളതുകൊണ്ട് കേറാൻ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ലീവ് ചെയ്യാം. അത്യാവശ്യം പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ബാക്കിയുള്ളവര് നിങ്ങളുടെ തീരുമാനങ്ങൾ എന്താണെന്ന് നിങ്ങളുടെ മെന്റേഴ്സിനെ അറിയിക്കുക. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. റൈറ്റ്?
ഓക്കെ റസിയ ലീവ് ചെയ്തോട്ടെ. ആ ഓക്കെ മാം, ഓക്കെ ഓക്കെ. ഓക്കെ താങ്ക് യു സോ യെസ് താങ്ക് യു ഓൾ വൺസ് അഗെയിൻ. ബിക്കോസ് ഞാനും പെട്ടെന്ന് ഒരു വിചാരിച്ചിരിക്കാതെ പെട്ടെന്ന് എനിക്കൊന്ന് പുറത്തോട്ട് വരേണ്ടി വന്നതാണ്. അപ്പോ അതുകൊണ്ടാണ് ഒരു മൂലയ്ക്ക് മാറി നിന്നിട്ട് ഇങ്ങനെ വർത്താനം പറയേണ്ടി വരുന്നത്. നമ്മുടെ ക്ലാസ് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, ഭയങ്കര ലൈവ് ആയിരിക്കും കേട്ടോ ക്ലാസ് ഒക്കെ. അപ്പോ എന്താ പറയാ, അപ്പൊ തൽക്കാലത്തേക്ക് ഞാനിപ്പോ സൈൻ ഔട്ട് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്.